നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ അച്ഛൻ എന്ന വിളിപ്പേര് കോടിയേരി ബാലകൃഷ്ണന് ചാർത്തിക്കൊടുത്തില്ലേ? മറക്കില്ല, പൊറുക്കില്ല ഞാൻ ഒന്നും. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ ലഹരിക്കേസിൽ അറസ്റ്റിലായതോടെ ആവേശത്തിൽ ബിനീഷ് കോടിയേരി. എന്നെ വേട്ടയാടിയവരിൽ പ്രധാനി ഫിറോസാണ്. അനുജനെതിരെ ആരോപണം വന്ന സ്ഥിതിക്ക് പദവി രാജിവെക്കാൻ ഫിറോസ് തയ്യാറാണോ എന്ന് ബിനീഷിന്റെ ചോദ്യം. ബിനീഷിന്റെ കുറിപ്പിന് താഴെ ഇടത് വലത് യുദ്ധമാണ്. കോടിയേരിയെ പറയിച്ചത് രണ്ട് ആൺമക്കളാണെന്നും അതിന് മറ്റു പാർട്ടിക്കാരുടെ മെക്കിട്ട് കയറേണ്ട എന്നുമാണ് UDFകാർ ബിനീഷിന് മറുപടി കൊടുത്തിരിക്കുന്നത്. പെണ്ണ് കേസിലും ലഹരി കേസിലും കോടിയേരിയുടെ മക്കൾ പ്രതികളായതിന് ബാക്കിയുള്ളവർ എന്തു ചെയ്തു? ഇന്ന് വീണ വിജയന്റെ അഴിമതികൾ CPM താങ്ങുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തേ കോടിയേരിയുടെ മക്കളുടെ കേസ് താങ്ങാതിരുന്നത്? ബിനീഷ് ചോദ്യം ചോദിക്കേണ്ടത് CPMനോടാണ്. കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല, CPM ആണ് കോടിയേരിയുടെ കാലുവാരിയതെന്നും ബിനീഷിന് മറുപടി. ഇതിപ്പോൾ പഴി വാങ്ങാൻ ബിനീഷ് പോസ്റ്റ് ഇട്ടതും കോടിയേരി ബാലകൃഷ്ണന് കിടക്കപ്പുറതി ഇല്ലാതായി എന്നാണ് ആക്ഷേപം. അച്ഛന്റെ കാലുവാരിയ പിണറായിയുടെയും പാർട്ടിയുടെയും നേരെ നിന്ന് ചോദ്യം ചോദിക്കാൻ ബിനീഷിന് നട്ടലുണ്ടോ? അമ്മ വിനോദിനി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നല്ലോ, കോടിയേരിക്ക് മാന്യമായ യാത്രയയപ്പ് കിട്ടിയില്ലെന്ന്, പാർട്ടി നെറികേട് കാണിച്ചുവെന്ന്. എന്നാൽ അവരുടെ വായടപ്പിക്കാനാണ് ബിനീഷ് ശ്രമിച്ചത്. ലഹരിക്കേസിൽ ബിനീഷിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് കോൺഗ്രസ് അല്ല, BJP ഭരിക്കുന്ന സർക്കാരാണ്. മോദിയുമായി ബഡാ ദോസ്താണ് പിണറായി. എന്നിട്ട് എന്തേ പിണറായി സഹായിച്ചില്ല? പകരം കോടിയേരി കുടുംബത്തെ മാറ്റി നിർത്തി. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടിയേരിയെ രാജിവെപ്പിച്ചു. പക്ഷേ വീണ വിജയന് നേരെ അഴിമതി ആരോപണം വന്നപ്പോൾ പിണറായി മോദിയുടെ കാല് പിടിച്ച് എല്ലാം സോൾവ് ആക്കാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പിണറായി എന്തേ തയ്യാറാകുന്നില്ല? അപ്പോൾ രാജിവെക്കാൻ ബിനീഷ് ആദ്യം പിണറായിയോടല്ലേ പറയേണ്ടതും എന്നും വിമർശനം. ഇങ്ങനെ വീണ്ടും കോടിയേരിക്ക് തെറി മേടിച്ച് കൊടുക്കാതെ ബിനീഷ് എന്നൊക്കെ വലതിന്റെ ആക്ഷേപം വരുന്നുണ്ട്. പക്ഷേ PK ഫിറോസ് തലയിൽ കൈവച്ചിരിക്കുകയാണ്. കാരണം 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ലഹരിക്കെതിരെ ഫിറോസിന്റെയും അനുജന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിനൊക്കെ നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് അനുജന്റെ തനിക്കൊണം പുറത്തായിരിക്കുന്നത്. പറയുന്ന പോലെ കുറച്ചെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഫിറോസ് രാജിവെക്കണം. ലഹരിക്കെതിരെ ഗീർവാണമടിയും വൈകിട്ട് കൂട്ടിയിട്ട് കത്തിക്കലും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇതിലും വലിയ പണിയൊന്നും UDFനും മുസ്ലിം ലീഗിനും കിട്ടാനില്ല. ഫിറോസിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ബിനീഷ് കോടിയേരി പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊന്ന് നോക്കാം. അച്ഛനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്, അച്ഛനെ പറ്റി മാത്രം. മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ അച്ഛൻ. ആ വിളി എൻ്റെ അച്ഛന് ചാർത്തി തന്നത് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് അടങ്ങുന്ന കൂട്ടമാണ്. ആദ്യമായി എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ഫിറോസ് വാർത്താ സമ്മേളനം നടത്തിയ ദിവസം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആരോപണം വന്ന ദിവസം അമ്പരപ്പല്ല, സത്യത്തിൽ ചിരിയാണ് എനിക്ക് വന്നത്. ഫിറോസിന്റെ ഒരു തമാശ, അത്രയേ ഞാൻ കരുതിയുള്ളൂ. ഗുഡ് നൈറ്റ് എന്ന വാചകം എഴുതി ഞാൻ ഒരു മറുപടി ഇട്ടു. അസ്വസ്ഥതയുടെ നേരിയ ലാഞ്ചന പോലും ഇല്ലാതെ അന്ന് ഞാൻ കിടന്നുറങ്ങി. ഉറക്കമില്ലാത്ത ഒരുപാട് വരുംകാല രാത്രികൾ അന്നത്തെ എൻ്റെ ഉറക്കത്തിന് കാവൽ നിന്നു. അണിയറയിൽ എൻ്റെ വിധി നിങ്ങൾ എഴുതി അവസാനിപ്പിച്ചു എന്നറിയാതെ സ്വസ്ഥതയോടെ ഞാൻ ഉറങ്ങി. ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നെണീറ്റത് ഒരു വലിയ പേക്കിനാവിലേക്കാണ്. അവിടെയും ഫിറോസ് നിങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദുസ്വപ്നത്തിനിടയിൽ അവിടെ വെച്ച് നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയായിരുന്നല്ലോ. ഒന്നല്ല, 7 വാർത്താ സമ്മേളനങ്ങൾ തുടരെ. ഒരു വർഷവും ഒരു ദിവസവും ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടന്നു. ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുത്ത് വെട്ടിമാറ്റിയ എൻ്റെ 366 ദിനങ്ങൾ. പോട്ടെ, നിങ്ങളെ എത്ര പരുഷമായി കുറ്റം പറഞ്ഞാലും ശാപം കൊണ്ട് മൂടിയാലും എൻ്റെ ജീവിതത്തിന്റെ കലണ്ടറിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ആ ദിനരാത്രങ്ങൾ എനിക്ക് പകരം ലഭിക്കില്ല. ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു മകൻ എന്ന നിലയിൽ ഞാൻ മറക്കാൻ പാടില്ലാത്ത ചിലതുണ്ടല്ലോ. എൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു. അത് നിങ്ങൾക്കും അറിയാമായിരുന്നിരിക്കണം. രക്ഷപ്പെടാൻ 1000-ൽ 1 അംശം സാധ്യത പോലും ഇല്ലാത്ത ഗുരുതര രോഗം. ലോകത്തിലെ ഏത് കൊടും കുറ്റകൃത്യവും ചെയ്ത ആളാവട്ടെ, അത്തരം ഒരു രോഗാവസ്ഥയിൽ അച്ഛനെ പരിചരിക്കാൻ ഏതു മകനും ആഗ്രഹിക്കുമെന്ന് ഫിറോസ് നിങ്ങൾക്കും അറിയാമല്ലോ. ആ സൗഭാഗ്യമാണ് നിങ്ങൾ എനിക്കില്ലാതാക്കിയത്. പറയൂ, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മാപ്പ് തരേണ്ടത്? ഞാൻ ജയിലിൽ പോകുന്നതിന് മുൻപ് ആരോഗ്യം വീണ്ടെടുത്ത് നിന്ന ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ഫിറോസ് നിങ്ങൾക്കറിയാത്ത കാര്യമാണോ? എൻ്റെ ഘട്ടകാലത്തിന്റെ കാരണക്കാരനായ നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എൻ്റെ അച്ഛൻ്റെ മുഖം ഓർമ്മയിൽ വരുന്നുണ്ട്. ഓർമ്മകൾ ഭ്രാന്തമായി ചൂളം കുത്തി വിളിക്കുന്നുണ്ട്. കുറ്റവിമുക്തനാക്കി എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് ഫിറോസെ. പക്ഷേ അസുഖം മൂർച്ഛിച്ച് പലതവണ അച്ഛൻ്റെ ആരോഗ്യനില വഷളായി. ഒരു മകൻ എന്ന നിലയിൽ അച്ഛന് വേണ്ടി ആ ഘട്ടത്തിൽ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ കുറ്റബോധം അന്നും ഇന്നും എനിക്കുണ്ട്. ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പോലും എൻ്റെ അച്ഛൻ എന്നെ കാണാൻ ജയിലിൽ വന്നില്ല. അഴിക്കകത്ത് നിന്ന് അച്ഛനെ കാണാനുള്ള ദുര്യോഗം എനിക്കുണ്ടായില്ല.
പക്ഷേ കുറ്റവിമുക്തനായി പുറത്തെത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ എൻ്റെ വീടിൻ്റെ പൂമുഖത്ത് അച്ഛനുണ്ടായിരുന്നു. അച്ഛനറിയാം ഞാൻ മയക്കുമരുന്ന് കച്ചവടം ചെയ്യില്ലെന്ന്. എൻ്റെ അച്ഛൻ്റെ മുന്നിലും എൻ്റെ ജീവനായ പാർട്ടിയുടെ മുന്നിലും അതുവഴി ജനങ്ങളുടെ മുന്നിലും അപകീർത്തിപ്പെടുത്താനാണ് നിങ്ങൾ ഈ കള്ളക്കഥ ചമച്ചത് എന്നറിയാം. ജീവിതത്തിൽ ഒരു കാലിച്ചായ പോലും അനധികൃതമായി കോടിയേരി ബാലകൃഷ്ണൻ വാങ്ങി കുടിച്ചു എന്ന് പഴയ ലീഗ് നേതാക്കൾ ആക്ഷേപിക്കില്ല. എന്നിട്ടും നിങ്ങൾ അയാളെ ലഹരി കച്ചവടക്കാരൻ്റെ പിതാവാക്കി, കള്ളപ്പണക്കാരൻ്റെ അച്ഛനാക്കി. ഒരു ജീവിതം മുഴുവൻ അയാൾ നേടിയെടുത്ത പേരും പെരുമയും തച്ചു തകർക്കാൻ നോക്കി. എല്ലാത്തിനും തുടക്കമിട്ടത് നിങ്ങളാണ് ഫിറോസ്, നിങ്ങൾ മാത്രം. ഞാനെന്ന നിരപരാധിയുടെ ചോര വീഴ്ത്തിയിട്ട് നിങ്ങൾക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിന്നു. ഇല്ല ഫിറോസ്, ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളെ ഒന്നും പറയില്ല. പക്ഷേ ഒരു ബൈബിൾ വചനം മാത്രം ഓർമ്മിപ്പിക്കാം. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ല് ഉരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. അച്ഛൻ പണ്ടൊരു സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വാചകം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എല്ലാവരും മനുഷ്യരാണല്ലോ, ഞങ്ങൾ ഇതൊക്കെ താങ്ങും, പക്ഷേ നിങ്ങൾ താങ്ങില്ല. ഇതായിരുന്നു ബിനീഷ് പങ്കുവച്ച പോസ്റ്റ്. ഈ പോസ്റ്റിന് താഴെയായിരുന്നു കോൺഗ്രസും CPM-ഉം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിയത്. പരസ്പരം പഴയ കാര്യങ്ങൾ പലതും എടുത്തിട്ട് ചെളിവാരി എറിയുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.